ജാസ്മിനും റസ്മിനും ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഗെയിമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ ജാസ്മിൻ സംസാരിക്കുന്നത് ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോ കളിച്ചത് ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ്, വളരെ മോശമായി പോയി ജിൻഡോ ചെയ്തത് എന്നാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അവിടെ എല്ലാ പില്ലോകളും, അവിടെ ടണൽ റൂമിന്റെ എല്ലാ പില്ലോകളും ഒരുമിച്ച് അവിടെ റിജക്റ്റ് ചെയ്തിരുന്നു അവിടെ ജിൻഡോ. അപ്പൊ ജിൻഡോ അങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത് ഈ വീട്ടിലുള്ളവർക്ക് ഒരു ഗെയിമായിട്ട് തോന്നുമായിരിക്കാം. ഭയങ്കര അപാര ഗെയിമാണ് ജിൻഡോ കളിച്ചത്, ഭയങ്കരമായെന്നൊക്കെ ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്, പറയാതെ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷെ സിജോ വേണമെങ്കിൽ പറയില്ലായിരിക്കാം, സിജോയുടെ ടീമിന്റെ ആണ് കളഞ്ഞത് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പറയുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് പുറത്തുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അയാൾ കാണിച്ചത് ഭയങ്കര വൃത്തികെട്ട ഒരു ഗെയിമാണ്. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പില്ലോകൾ മുഴുവൻ ഒരുമിച്ച് റിജക്റ്റ് ചെയ്തത് ഭയങ്കര മോശമായി പോയി എന്ന് അവിടെ റസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ റസ്മിൻ പറഞ്ഞു, എല്ലാം കളയണ്ടായിരുന്നു, ഒരെണ്ണെങ്കിലും എടുക്കുമെന്ന് ഞാൻ അവിടെ നിന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളത് കണ്ടില്ല എന്ന് റസ്മിൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും അവിടെ ജാസ്മിൻ പറയുന്നത് പുറത്തുള്ള പ്രേക്ഷകർ ഇത് അംഗീകരിക്കണം എന്നില്ല. ഇപ്പൊ ഇത് കളിച്ച് ജയിച്ചുകൊണ്ട് ടിക്കറ്റ് ഫിനാലെ ജയിക്കാനും ചിലപ്പോൾ ടോപ്പ് 5 എത്താനും ഒക്കെ സാധിച്ചെന്ന് വരും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, പ്രേക്ഷകരുടെ ഇഷ്ടം വേണ്ടേ? എന്നിരുന്നാൽ മാത്രമല്ലേ വിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അങ്ങേരിവിടെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒറ്റയടിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് അതൊക്കെ റിജക്ട് ചെയ്തിട്ട് വലിയ ഗെയിമറാണ് ഞാൻ, വലിയ ഗെയിം കളിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് അവിടെ ഇരുന്നിട്ട് റസ്മിന്റെ അടുത്തിരുന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അല്ലെ, ജാസ്മിൻ ഇത് പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരുടെ ഇഷ്ടം നോക്കിക്കൊണ്ട് ഗെയിം കളിക്കുന്ന ആളായിരുന്നോ ജാസ്മിൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം.